ശേഷം അല്പനേരം അങ്ങനെ നിന്നു. തുടർന്ന് എല്ലാവരും നോക്കി നിൽക്കെ അവൻ ദേവൂട്ടിയുടെ വീട്ടിലേക്ക് തിരിച്ചു നടന്നു. ഉമ്മറത്തെത്തിയതും ജയകൃഷ്ണൻ മുറിക്കകത്തേക്ക് നോക്കിക്കൊണ്ട് ദേവൂട്ടിയെ വിളിക്കുന്നു. ദേവു, ദേവൂട്ടി. എന്നാൽ അവൻ്റെ ആ വിളി കേട്ടിട്ട് മുറിക്കകത്തുനിന്ന് തിരിച്ച് യാതൊരുവിധ പ്രതികരണവും ഉണ്ടായില്ല. അതോടെ ജയകൃഷ്ണൻ വീണ്ടും ദേവൂട്ടിയെ വിളിച്ചു. അതേ ദേവു, എനിക്ക് നീയില്ലാണ്ട് പറ്റില്ല. അത് നിനക്കും എനിക്കും നന്നായിട്ടറിയാവുന്നതല്ലേ. അതുകൊണ്ട് നീ എനിക്കൊപ്പം വരില്ലേ? നീ ഇറങ്ങി വന്നാൽ ആര് നിർത്താനും ഞാൻ നിന്നെ കൊണ്ടുപോകും, തീർച്ച. ദേവു, നീ വരില്ലേ? ഒരു നിമിഷം ദേവൂട്ടിയെ നഷ്ടപ്പെട്ട വേദനയിൽ ജയകൃഷ്ണൻ പരിസരം പോലും മറന്നുനിന്ന് തനിക്കൊപ്പം വരാൻ ദേവൂട്ടിയെ വിളിച്ചു. എന്നാൽ അപ്പോഴും അകത്തുനിന്ന് ദേവൂട്ടിയുടെ ഒരു പ്രതികരണവും ഉണ്ടായില്ല. അതോടെ ജയകൃഷ്ണൻ വീണ്ടും ഒരിക്കൽ കൂടി ദേവൂട്ടിയെ വിളിച്ചു. ദേവു, ഞാൻ വിളിച്ചാൽ നീ വരില്ല അല്ലേ? എന്നാൽ ശരി, ഞാൻ പോകുന്നു. ഇനി ഈ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ തമ്മിൽ കാണില്ല. ഞാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജയകൃഷ്ണൻ വീണ്ടും തിരിച്ചു നടന്നു. ഈ സമയം ഇതെല്ലാം കണ്ടും കേട്ടും അയ്യരും ഭാര്യയും അങ്ങനെ നിന്നു. അങ്ങനെ ദേവൂട്ടിയോട് യാത്ര പറഞ്ഞ് ജയകൃഷ്ണൻ അവിടെ നിന്ന് നടന്നു. ഈ സമയം മുറിക്കകത്തെ തൻ്റെ ഇരുട്ട് നിറഞ്ഞ മുറിയിൽ നിശബ്ദയായി നിന്ന് വിങ്ങിപ്പൊട്ടി കരയുകയാണ് പാവം ദേവൂട്ടി. എന്നാൽ ഇവിടെ ഇതെല്ലാം കണ്ടും കേട്ടും നെഞ്ചു തകർന്നു നിന്ന ദേവൂട്ടിയുടെ അമ്മ ജയകൃഷ്ണന് പിന്നാലെ ചെന്ന് ജയകൃഷ്ണനെ വിളിച്ചു. കുട്ടി, ഒന്ന് നിന്നേ, ഞാനൊന്ന് പറയട്ടെ. അവരുടെ ആ വിളി കേട്ട ജയകൃഷ്ണൻ ദേവൂട്ടിയുടെ അമ്മയുടെ നേർക്ക് തിരിഞ്ഞൊന്ന് നോക്കി. ഈ സമയം അയ്യർക്കൊപ്പം ഉമ്മറത്തിണ്ണയിൽ നിന്ന് അവർ ജയകൃഷ്ണൻ്റെ അടുത്ത് ആയി വന്നു കഴിഞ്ഞിരുന്നു. തുടർന്ന് ജയകൃഷ്ണൻ്റെ അടുത്തെത്തിയ അവർ ജയകൃഷ്ണനോട്, ഞാൻ ഈ പറയുന്ന കാര്യം തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഞാൻ പറയുകയാണ്. കുട്ടി എൻ്റെ മകളെ വിട്ട് പോവുകയാണ് അല്ലേ? പൊയ്ക്കോ. പക്ഷേ അതിനു മുമ്പ് ഞാനൊന്ന് ചോദിച്ചോട്ടെ? കുട്ടിക്ക് കുട്ടിയുടെ സങ്കടം ആരോടെങ്കിലുമൊക്കെ പറഞ്ഞു തീർക്കാൻ കഴിയും. എന്നാൽ എൻ്റെ മകൾക്ക് അതിന് കഴിയില്ല. ഇതെല്ലാം കണ്ടും കേട്ടും മനസ്സ് തകർന്ന് ഒന്നുറക്കെ കരയാൻ പോലും കഴിയാത്ത ഒരു പാവം പെണ്ണ് ആ മുറിക്കകത്തിരുന്ന് ഉരുകിത്തീരുകയാണ് എന്ന കാര്യം കുട്ടി ഓർത്തോ? ഇല്ലല്ലേ? അത് കേട്ടതും ജയകൃഷ്ണൻ പെട്ടെന്ന് അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ലക്ഷ്മിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. തുടർന്ന് അമ്മേ, ഞാൻ എന്തു പറയണമെന്നറിയാൻ കഴിയാതെ ജയകൃഷ്ണൻ നിശബ്ദനായി നിന്നു പോകുന്നു. ഒപ്പം അവൻ്റെ മനസ്സിൽ താൻ ഇവിടെ നിന്നും പോയിക്കഴിഞ്ഞാൽ തൻ്റെ ദേവൂട്ടി ആ ഇരുട്ടുമുറിയിൽ ആരോടും ഒന്നും പറയാതെ ഒന്നുറക്കെ കരയാൻ പോലും കഴിയാതെ ആ പാവം സ്വയം ഉരുകിത്തീരുകയുള്ളൂ. തന്നെ സ്നേഹിച്ചു എന്നതിൻ്റെ പേരിൽ ഇങ്ങനെയൊരു ശിക്ഷ ആ പാവത്തിന് കൊടുക്കണോ? ജയകൃഷ്ണൻ ആലോചിച്ചു നിന്നു. ഒടുവിൽ ദേവൂട്ടിയെക്കുറിച്ചോർത്ത് ഭ്രാന്തനായി തീർന്ന ജയകൃഷ്ണൻ പിന്നീട് ഒന്നും ആലോചിക്കാൻ നിൽക്കാതെ തനിക്ക് ചുറ്റും നിൽക്കുന്ന ഒരാളെ പോലും ശ്രദ്ധിക്കാൻ നിൽക്കാതെ അയ്യരുടെ നേർക്ക് നടന്നു. വീടിനകത്തേക്ക് കയറി ദേവൂട്ടിയുടെ മുറിയിൽ അവൾക്ക് അരികിലെത്തി. ഈ സമയം അകത്തെ മുറിയിലെ ഭിത്തിയിൽ ചാരി മുഖം പൊത്തി നിന്ന് വിങ്ങിപ്പൊട്ടി കരയുകയായിരുന്നു അവൾ. മുറിക്കകത്തേക്ക് കയറിച്ചെന്ന ജയകൃഷ്ണൻ ദേവൂട്ടിയെ വിളിച്ചു. ദേവു. ആ ഒരു വിളി കേട്ടതും തൻ്റെ മുഖത്തു നിന്നും കൈയെടുത്ത് മാറ്റിയ ദേവൂട്ടി നോക്കുമ്പോൾ കണ്ടത് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ജയകൃഷ്ണനെയായിരുന്നു. പിന്നെ അവനെ കണ്ടതും ദേവൂട്ടി അവൾ ഒന്നും ഓർക്കാൻ നിന്നില്ല. അവൾ ഓടി അവനെ അരികിലെത്തി അവനെ വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ മാറത്തേക്ക് മുഖം അമർത്തി നിന്ന് വെങ്ങിപ്പൊട്ടി കരഞ്ഞുപോയി. ഈ സമയം തൻ്റെ ഇരുകരങ്ങളാൽ ജയകൃഷ്ണൻ ദേവൂട്ടിയെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് അല്പനേരം അങ്ങനെ നിന്നു. ഈ സമയം പുറത്തു നിൽക്കുന്നവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അല്പം മുമ്പ് വരെ മനസ്സൊന്നു ആടിയുലഞ്ഞെങ്കിലും ആ വലിയ തിരയിൽ നിന്നും ഒന്ന് അടങ്ങി നിന്ന സമാധാനത്തിലായിരുന്നു അവർ ഓരോരുത്തരും. അങ്ങനെ എല്ലാവരും സമാധാനപ്പെട്ടു നോക്കി നിൽക്കെ ദേവൂട്ടിയുടെ കൈയും പിടിച്ച് ജയകൃഷ്ണൻ പുറത്തേക്കിറങ്ങി വന്നു. അങ്ങനെ പുറത്തേക്കിറങ്ങി വന്ന അവർ ഇരുവരും കൂടി അയ്യരുടെ മുന്നിലേക്ക് വന്നു നിന്നു. ശേഷം അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജയകൃഷ്ണൻ, ഈ കാണിച്ച ധിക്കാരത്തിന് ദേവൂട്ടിയുടെ അപ്പ എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഈ ജീവിതത്തിൽ എന്നല്ല ഈ ഭൂമിയിൽ ഇനി എത്ര ജീവിതം എനിക്ക് വീണ്ടും ഉണ്ടായാലും ആ ജീവിതത്തിലെല്ലാം എനിക്ക് ദേവൂട്ടിയല്ലാതെ മറ്റൊരു പെണ്ണില്ല. എൻ്റെ മനസ്സിൽ ഞാൻ ആദ്യമായി അങ്ങനെയൊരു വികാരത്തോട് കണ്ടതും ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതുമെല്ലാം ഒരേയൊരാളെ മാത്രമാണ്. അത് അപ്പാവുടെ ഈ മകളെയാണ്. ഇത് ഞാൻ വെറും വാക്ക് പറയണതല്ല. അത്രയ്ക്ക് ഞാൻ ദേവൂട്ടിയെ എൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അപ്പ എതിരൊന്നും പറയാതെ അപ്പാവുടെ ഈ മകളെ എനിക്ക് തരണം. ജയകൃഷ്ണൻ പറഞ്ഞു നിർത്തുന്നു.
എന്നാൽ ജയകൃഷ്ണൻ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം കേട്ടിട്ടും മറുപടിയൊന്നും പറയാതെ അയ്യർ നിശബ്ദനായി തന്നെ നിൽക്കുകയാണ്. തൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയൊന്നും പറയാതെ നിശബ്ദനായി നിൽക്കുന്ന അയ്യരെ കണ്ട ജയകൃഷ്ണൻ്റെ മനസ്സിൽ അയ്യർ ദേവൂട്ടിയെ തനിക്ക് തരില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണെന്ന് മനസ്സിലാകുന്നു. അതോടെ ജയകൃഷ്ണൻ ദേവൂട്ടിയോടെ, "ദേവു, നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നത് കാണാൻ നിന്റെ അപ്പായ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് മരിക്കാം. കാരണം നമ്മൾ ഒന്നു ചേരുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ചൊല്ലിയല്ലേ നിന്റെ അപ്പ നിന്നെ എനിക്ക് തരാത്തത്. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് ജീവിക്കുമ്പോഴല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതും. എന്നാൽ ഒന്നിച്ച് മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നവും ഒരു രണ്ടു ഭാഗത്തും ഉണ്ടാകില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് മരിക്കാം. ഞാൻ ജീവിച്ചിരുന്നാൽ എനിക്ക് നീയില്ലാതെ കഴിയില്ല. ആ നിലയ്ക്ക് നമുക്ക് മരിക്കാം. ആ മരണത്തിലൂടെ നമുക്ക് ഒന്നുചേരാം. എനിക്കൊപ്പം മരിക്കാൻ നിനക്ക് പേടിയുണ്ടോ?" ജയകൃഷ്ണൻ ദേവൂട്ടിയോട് ചോദിച്ചു. "ഇല്ല" എന്ന അർത്ഥത്തിൽ അവൾ തലയാട്ടി കാണിച്ചു. ആ ഒരു ഉറപ്പുകൂടി കിട്ടിയതോടെ ജയകൃഷ്ണൻ പിന്നീട് ഒരു നിമിഷം പോലും അവിടെ നിന്നില്ല. ദേവൂട്ടിയുടെ കയ്യും പിടിച്ച് അവിടെ നിന്നും ഇറങ്ങി നടന്നു. അങ്ങനെ ആരെയും ശ്രദ്ധിക്കാതെ ദേവൂട്ടിയുടെ കയ്യും പിടിച്ച് മുന്നോട്ട് നടക്കുന്ന ജയകൃഷ്ണനെ തന്നെ നോക്കി നിൽക്കുകയാണ് സകലരും. അങ്ങനെ മുന്നോട്ട് നടക്കുന്ന അവർ അയ്യരുടെ വീടുമുറ്റവും കടന്ന് റോഡിലേക്ക് ഇറങ്ങി മുന്നോട്ട് നടന്നു നീങ്ങി. ഈ സമയം വരെ അവരെ ശ്രദ്ധിച്ചിരുന്ന സകലരുടെയും മനസ്സുകളിൽ തങ്ങളുടെ വിവാഹം നടക്കാൻ വേണ്ടി വീട്ടുകാരെ പേടിപ്പിക്കാനായി സാധാരണ എല്ലാവരും നടത്താറുള്ളതുപോലെ ഒരു നാടകമായിരിക്കും ഇത് എന്നായിരുന്നു. എന്നാൽ ഇവിടെ ചുറ്റുമുള്ള ആരെയും ശ്രദ്ധിക്കാതെ ജയകൃഷ്ണൻ്റെയും ദേവൂട്ടിയുടെയും മുന്നോട്ടുള്ള ആ പോക്ക് കണ്ടതോടെ തങ്ങളുടെ വിവാഹം നടത്താൻ വേണ്ടി പലരും കാട്ടാറുള്ള ഒരു നാടകമല്ല ജയകൃഷ്ണൻ്റേത്. അവൻ്റെ ആ തീരുമാനം അത് ഉറച്ചത് തന്നെയാണെന്ന് മനസ്സിലാകുന്നു. അതോടെ മൂർത്തിയും ഹരിയും ജയകൃഷ്ണനെ തടഞ്ഞുകൊണ്ട്, "ജയ, നീ എന്തായി കാണിക്കാൻ തുടങ്ങുന്നത്?" അതുകേട്ട ജയകൃഷ്ണൻ ഹരിയോടെ, "6-7 വർഷം എനിക്കൊപ്പം ഒന്നിച്ചുണ്ടായിരുന്ന നിനക്ക് ഈ ജയകൃഷ്ണനെ അറിയില്ല അല്ലേ?" "അറിയാം, എനിക്ക് നിന്നെ നന്നായി അറിയാം. അതുതന്നെയാണ് എൻ്റെ പേടിയും. അതുകൊണ്ട് നീ അരുതാത്തതൊന്നും ചിന്തിക്കാതെ സമാധാനപ്പെട്. എന്താ വേണ്ടതെന്ന് നമുക്ക് സമാധാനമായി ഒന്നിച്ചിരുന്ന് ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്താം." "വേണ്ട ഹരി, ഇനി ഇതിൻ്റെ പേരിൽ ഒരാലോചനയ്ക്കും ഞാനില്ല. ഞാൻ അത് തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. ദേവൂട്ടിയുടെ അപ്പായടക്കം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ജയകൃഷ്ണൻ വലിയ പണക്കാരനാണ്. ദേവൂട്ടിയോ ഒന്നുമില്ലാത്തവൾ. പോരാത്തതിന് സംസാരശേഷി പോലുമില്ലാത്തവൾ. അതുകൊണ്ട് അവൾക്ക് ഒരു വിലയുമില്ല. എന്നാൽ എനിക്ക് അങ്ങനെയല്ല ഹരി. നിങ്ങൾ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഇവളാണ് ഇന്ന് എൻ്റെ എല്ലാം. എൻ്റെ ജീവനും ജീവിതവുമെല്ലാം ഇവൾ മാത്രമാണ്. ഇവളില്ല എങ്കിൽ പിന്നെ ഈ ജയകൃഷ്ണനുമില്ല." അതുകേട്ട് ഹരിക്ക് നല്ല വിഷമമായി. എന്താണേലും അവൻ പറഞ്ഞു, "എനിക്കറിയാം നിന്നെ, നിന്റെ വിഷമവും എന്ന് കരുതി നീ എടുത്തുചാടി ഒന്നും ചെയ്യരുത്." "എടുത്തുചാടിയോ? എന്നെ നന്നായി അറിയാവുന്ന നീയാണോ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്?" അതോടെ ഹരി നിശബ്ദനായി തീർന്നു. അതേ തുടർന്ന് ജയകൃഷ്ണൻ ദേവൂട്ടിയുടെ കയ്യും പിടിച്ച് മുന്നോട്ട് നടന്നു നീങ്ങി. ഈ സമയം ഒരു നിലവിളിയോടെ ദേവൂട്ടിയുടെ അമ്മ അവർക്ക് പിന്നാലെ ഓടിയെത്തി അവർക്ക് മുന്നിലായി വഴി തടഞ്ഞു നിന്നു. അവരോട് അരുതേയെന്ന് പറഞ്ഞു വിലക്കുന്നു. അതോടെ ജയകൃഷ്ണൻ, "ഒന്നിച്ചു ജീവിക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ലാത്ത നിലയ്ക്ക് ഞങ്ങൾക്ക് മുന്നിൽ ഞാൻ നോക്കിയിട്ട് ഈയൊരു മാർഗം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അമ്മ വഴി തടയാണ്ട് ഞങ്ങളുടെ മുന്നിൽ നിന്നും മാറി നിൽക്ക്." എന്നാൽ സുബ്ബലക്ഷ്മി അമ്മ ആകട്ടെ അവർക്ക് മുന്നിൽ അങ്ങനെ നിന്നു. അത് കണ്ട ജയകൃഷ്ണൻ, "എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം. അമ്മയുടെ മകളെ വിട്ടുതരാം. അവൾ വരുമെങ്കിൽ അമ്മയ്ക്ക് കൊണ്ടുപോകാം. പക്ഷേ എൻ്റെ തീരുമാനത്തിന് യാതൊരു മാറ്റവുമില്ല." എന്നാൽ ദേവൂട്ടിയാകട്ടെ ജയകൃഷ്ണനെ വിട്ടുപോകാൻ തയ്യാറായില്ല. അങ്ങനെ അവർ തമ്മിൽ വലിയൊരു തർക്കം നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് ജയകൃഷ്ണൻ്റെ തോളിൽ ആരോ പിടിക്കുന്നത് പോലെ തോന്നി. തുടർന്ന് ജയകൃഷ്ണൻ ആരാണെന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു പിന്നിൽ ദേവൂട്ടിയുടെ അപ്പ. ഒരു നിമിഷം ജയകൃഷ്ണനും ദേവൂട്ടിയും ലക്ഷ്മിയമ്മാളും നിശബ്ദരായി തീർന്നു. അയ്യരെ നോക്കി അങ്ങനെ നിന്നുപോകുന്നു. ഈ സമയം അയ്യർ ഒരു വിഷാദമാർന്ന പുഞ്ചിരിയോടെ അവർക്ക് മുന്നിൽ വന്നു നിന്നു. തുടർന്ന് അദ്ദേഹം തൻ്റെ കയ്യിൽ കരുതിയിരുന്ന ഒരു താളിയോല അത് ജയകൃഷ്ണൻ്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, "ഇതാ താൻ ആവശ്യപ്പെട്ട ദേവൂട്ടിയുടെ ജാതകം. ഒപ്പം എൻ്റെ മകളെയും ഞാൻ നിനക്ക് തരികയാണ്." അത്രയും പറഞ്ഞ ശേഷം പിന്നെ ഒരു നിമിഷം പോലും അയ്യർ അവിടെ നിന്നില്ല. അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് നടന്നു
അല്പം വേദനപ്പെടുത്തിയിട്ടാണെങ്കിലും ഒടുവിൽ അയ്യർക്കുണ്ടായ ആ മനംമാറ്റത്തിൽ എല്ലാവർക്കും സന്തോഷം തോന്നി. അവർ തിരികെ ദേവൂട്ടിയുടെ വീട്ടിലെത്തി. അയ്യരോട് ജാതകങ്ങൾ തമ്മിൽ നോക്കിയ ശേഷം ഇത് എത്രയും വേഗം തന്നെ തിരിച്ചു തന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് ജയകൃഷ്ണൻ അവിടെ നിന്നും ഇറങ്ങി ചെമ്പകശ്ശേരിയിലേക്ക് തിരിച്ച് യാത്രയായി.